ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്യൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്ന് നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് ഗെയിമിലേക്ക് ഒരു കിടിലൻ ഒരു പാക്ക് നമ്മുടെ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറ്റാക്കിംഗ് സർജ് പറഞ്ഞ ഒരു പാക്കാണ് നമ്മുടെ ഈ ഫുട്ബോൾ കൊണാമി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ആ പാക്ക് ഓപ്പണിങ്ങിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അറ്റാക്കിംഗ് സർജിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ക്രൊയ്ഫ് വന്നിട്ടുണ്ട് കേട്ടോ. സോ ക്രൊയ്ഫ് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് അറ്റാക്കിങ് സെർജ് എന്നുള്ള സ്കില്ലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫിലിപ്പോ ഇൻസാഗി വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് നമ്മുടെ അറ്റാക്കിങ് സെർജ് എന്ന സ്കില്ലായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോഡി ആൽബ എഡ്ജർ ക്രോസിംഗ് പ്ലസ് അറ്റാക്കിങ് സെർജ് എന്നുള്ള സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അറ്റാക്കിങ് സെർജ് വെച്ച് എന്താ സ്കില്ല് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഓപ്പോണൻ്റ് ഹാഫിൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാലിൽ പന്ത് കിട്ടില്ലേ, അപ്പോൾ ഈ സ്കില്ലുള്ള പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കൂടും, അതായത് സ്പീഡ് ആക്സലേഷനൊക്കെ കൂടി കിട്ടും. അതാണ് ഈ അറ്റാക്കിംഗ് സർജ് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ എന്താവുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ആകെയുള്ള ടാർഗറ്റ് നമ്മളുടെ ക്രൈഫ് മാത്രം കേട്ടോ. ക്രൈഫിന് കിട്ടിയാൽ മതി. ഇത് നമ്മുടെ ലിയോ ജോസ് ബ്രോയുടെ അക്കൗണ്ടാണ്. അപ്പോൾ ക്രൈഫിനെ കിട്ടിയെങ്കിൽ നമുക്ക് നേരെ റൊണാൾഡോയുടെ പാക്കും പർച്ചേസ് ചെയ്തോന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ക്രൈഫിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. റൊണാൾഡോ വന്നിട്ടുണ്ട്, അറിയാലോ നിങ്ങൾക്ക്. ഇപ്പോൾ എന്തായാലും റിവ്യൂ ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരും കേട്ടോ. എപ്പിക് കാർഡാണ് റൊണാൾഡോയുടെ, ഗോൾ പോച്ചറാണ്, അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും മറ്റേ ബിഗ് ടൈമിൻ്റെ അത്ര ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തോന്നിയില്ല കേട്ടോ സംഭവം, സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം കമ്പാരിസൺ വീഡിയോ ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം പാക്ക് ഓപ്പണിങ് എന്താവുന്നത്. ക്രൊയ്ഫാണ് ടാർഗറ്റ്, കിട്ടിയാൽ മതിയായിരുന്നു പുല്ല്. ക്രൊയ്ഫിന് എന്തായാലും ഒരു 3 വട്ടം തൊടാം. 1 2 3 സോ ബാക്കിലേക്ക് ഇറങ്ങാം. ബ്ലാക്ക് ആനിമേഷനൊക്കെ പൊളിക്കൂലേ. ഇത് ജസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. ക്രൂയിഫ് ഓക്കെ മതി. സോ നേരെ സ്പിൻ കൊടുക്കാം കേട്ടോ, നേരെ കൊടുക്കാം. നോക്കാം. എടാ എം എഫ് ആണ്. എടാ ക്രൂയിഫ് എം എഫ് അല്ലേ, SS അല്ലേ? ഫീച്ചേർഡാ ഡെൻമാർക്കിൻ്റെ ഒരു പ്ലെയറാണ്. ആൻഡ് ഇറ്റ്സ് ഡെംസ്കാർഡാണ് കേട്ടോ. അവിടെ മൈക്കിൾ ഡെംസ്കാർഡാണ്. മൈക്കിൾ. സോ ഡെംസ്കാർഡിന് കിട്ടിയിരിക്കണേ ഫസ്റ്റ് ടൈം തന്നെ ഒരു ഫീച്ചേർഡ് കാർഡാണ് ഗൈസ്. കുഴപ്പമില്ല, സാധനം കിട്ടുമായിരിക്കും. കിട്ടിയില്ലെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വിഷയമല്ല. പക്ഷേ എന്നാലും സാധനം കിട്ടണം. മൂഞ്ചിക്കൽ ആൾക്ക് പതിവുള്ള പറഞ്ഞു കൊണാമി. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ആളുടെ എത്ര 2ാമത്തെ 3ാമത്തെ കറക്കണത്, അത് വേറെ കാര്യം കേട്ടോ. സോ ക്രൊയ്ഫിനാണ് ടാർഗറ്റ്. 3 പേര് 2 വട്ടം തൊടാം. ക്രൊയ്ഫിന് വന്നാൽ മതി, പക്ഷേ ക്രൊയ്ഫിന് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ന് ആരെ കിട്ടിയ താഴെ കമൻറ്റ് ചെയ്തോ. ഞാൻ എന്തായാലും ഇതിൽ പാക്ക് ഓപ്പൺ ചെയ്യില്ല. ക്രൊയ്ഫ് ഓൾറെഡി ഉണ്ട് പറഞ്ഞാൽ. പിന്നെ ഇൻസാഗി ഇല്ല, ജോഡി ആൽബി ഇല്ല. എന്നാലും അത്യാവശ്യമല്ല, നെയ്മറിൻ്റെ ഒരു ബിഗ് ടൈം വരുന്നുണ്ട് ഇനി, അത് നോക്കാം നമുക്ക്. RB ആണ്. LB ജോഡി ആൽബി അല്ലേ പറഞ്ഞത്. കളറ് മാറിയില്ലടാ. മുത്തേ തേക്കല്ലേ സാധനം തേച്ചങ്ങടെ ടെമ്പുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു പുല്ല്. എടാ ക്രൊയ്ഫിനൊന്ന് തന്നാടാ, എന്തൊക്കെ ഇങ്ങനെ. പാക്ക് ഓപ്പണിങ് 2 ആഴ്ചയായിട്ട് കുറവാട്ടോ. നമ്മൾ എന്തായാലും പിന്നെ നല്ല പാക്കോളും നല്ല വന്നു. പിന്നെ ഷോർട്ട് ടൈമും ബിഗ് ടൈമും ഒക്കെ അത് വലിയ താല്പര്യമില്ലായിരിക്കും. അപ്പോൾ എന്തായാലും എപ്പിക്ക് തന്നെ വരട്ടെ വെച്ചിട്ട് എടുക്കായിരുന്നു. പിന്നെ വേൾഡ് കപ്പിൻ്റെ സാധനം വന്നു. ഇനി എന്തായാലും നമുക്ക് പിടയ്ക്കാം. നെക്സ്റ്റ് ട്രൈ. കിട്ടും കിട്ടാണ്ടിരിക്കില്ല. പോരട്ടെ. എടാ ഇൻസാഗിയാണോ ഇത്? അല്ല, തുറാം മാർക്കസ് തുറാം അല്ലേ? നമുക്കങ്ങനെ തെറ്റാറില്ല. വീണ്ടും പക്ഷേ മൂഞ്ചി ഉണ്ടറാ. എടാ 6000 കോയിനായി കുറഞ്ഞൂലോ. പ്രോ വിളിച്ച് നോക്കിയിട്ടേക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും കിട്ടും. എടുത്തിട്ട് നമ്മൾ വേറെ കാര്യം തന്നാൽ മതിയായിരുന്നു. പട്ടിച്ച് പണിക്കല്ലടാ അപ്പാ. വേണ്ടാത്ത 2 പ്ലേസ് നമുക്ക് വിടാം. 1 2 1 2 1 2 3 വട്ടം തൊട്ടുണ്ട് കേട്ടോ. 3 പേരെയും. സോ നമുക്ക് ക്യാൻസൽ 3 വട്ടം അമർത്താം. ക്യാൻസൽ സുയി. നോക്കാം. സാധനം കിട്ടും. വരട്ടെ. എടാ മാറി കത്തടാ. റൈറ്റിംഗ് കോറോടൊക്കെ നമ്മുടെ ക്രൊയേഷ്യയുടെ ഇതിലും ഇല്ല. തോരത് ഫാസിലിക്കാണ് ഗൈസ്. എഗെയിൻ മൂഞ്ചിക്കലാണല്ലോ. ഇവന്മാരെന്താണ് ഇതെടാ കോയും കൊണ്ടേ കളയലടാ. ചെങ്ങായി പറഞ്ഞുള്ളൂ അക്കൗണ്ട് ദാരിദ്ര്യം പിടിച്ച മൂഞ്ചിക്കലാത്. എടാ ഇനി ഒരു 3000 കോയിൻ്റെ ഉള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. കാരണം 3 ട്രൈ ഉണ്ട് കേട്ടോ നമുക്ക്.
അല്ലെ ക്രൊയ്ഫിന് എന്തായാലും അവിടെ എടുക്കാൻ പറഞ്ഞു, അത് വേറെ കാര്യം. എന്തായാലും കുഴപ്പമില്ല. ക്രൊയ്ഫെ ഇനി വെറുതെ 3 വട്ടമാണ് എൻ്റെ റീചേഴ്സ് നോക്കിയില്ല, ഇനി 3 വട്ടം വെറുതെ വിട്ടുണ്ട് കേട്ടോ. 3 ഇവന്മാരെ ഓരോ വട്ടം തൊടാം. 1 2 ഹൈ ഐഫോൺ 10 നല്ല ലാഗ് ഉണ്ട്, പേടിക്കണ്ട. സോ കിട്ടിയാൽ മതിയായിരുന്നു പുല്ല്. 1 2 3 4 5 6 7 ക്രിസ്ത്യാനോ റൊണാൾഡോ, ലെറ്റ്സ് ഗോ. അത് തരാത്തിടവന്മാര്. എൻ്റെ അളി ഇത് ഏതാ കോങ്കോ എഴുതത്തേത്? നോവോ സാധിക്കൂ കോങ്കോത്തല്ലത്, ഇതേത് രാജ്യം? കോങ്കോ തന്നെ. ഓ നമുക്ക് ഫുട്ബോൾ നോളജ് പീക്ക് തന്നെ കേട്ടോ. ഫ്ലാഗൊക്കെ ഉണ്ടതിനെ അറിയാലേ, അത് പൊളിച്ചു. എടാ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല, സാധനം കിട്ടണം. എന്ത് തേങ്ങിയത് കൊണു? 2 ആഴ്ച പാക്ക് ഓപ്പൺ ചെയ്യാണ്ടിരുന്നു, അപ്ലൈയിൽ ഒന്ന് റെസ്റ്റ് വന്നല്ലേ, ഒന്ന് തായോ. ആ ഇബനെ മാത്രം മതി ക്രോയിഫ്. എന്തായാലും കിട്ടും, കിട്ടാണ്ടിരിക്കില്ല മുത്തേ. താടാ അലവലാതി. എടാ ഇവിടെ SS കാണിച്ചിട്ട് കാര്യമില്ല അത്. എടാ വീണ്ടും ഇവിടെ പേരകയുടെ ഏതാ പ്ലെയറാടാ? എനാൻസിയോസോ, ഇത് ഏതോനത്? എൻസിസോ പ്ലക്കലാണല്ലോ ഇവിടെ കൊണാമി കാണിക്കണേ. അപരാധ മറ്റ് പീക്ക്. ബ്രോ പ്ലീസ് ഗീവ് മീ ക്രോയിഫ്. വെറുതെ കൊടുത്തു. എടാ എന്താ ഒരായിരത്തരവന്മാര് ഒന്ന് എപ്പിക്കതാടാ. അടുത്തത് ഇവന്മാര് പണ്ണലിന് കുറവില്ല കേട്ടോ. ഇതിന് സ്വീഡൻ്റെ പ്ലെയറോ? ഇതാരത്? ഇസാക്കോ? വേറെ ഏതാ പ്ലെയറാ? എല്ലാങ്കയുടെ മോന്തൊക്കെ ഇങ്ങനെയൊക്കെ ഇവന്മാര്. എലാങ്ക ഞാനൊക്കെ എല്ലാം നേരിട്ട് കണ്ടിട്ടില്ല. അന്ന് യുണൈറ്റഡ് ഇവൻറ്റിനെ വിളിച്ചിട്ട് അന്നൊക്കെ എന്ത് രസമാണെന്ന് വെച്ചിട്ട്. അന്ന് പ്രൈമിലായിരുന്നേ കുറച്ച്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. എലാങ്ക ഗുഡ് എന്ന് പറയാം. ന്യൂ കാസ്റ്റലിൽ പിന്നെപ്പോൾ അവിടെ സ്ഥാനം താടെ 2500 രൂപയുള്ളൂ. ഇനി എന്തായാലും റൊണാൾഡോയുടെ ബാക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഒരു എപ്പിക്കെങ്കിലും വള്ളി പിടിക്കാൻ കേട്ടോ മരുന്നറ ഇങ്ങനെ തന്തണ്ടായിക്കൂടോ മാർക്കൊക്കെ. ഓ CB അടുത്ത പോക്ക്. എടാ ഒരു എപ്പിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലടാ. 6000 പോയി കഴിഞ്ഞ്. ഫാസ്റ്റിലടാ നീ ബോഷടിവാലാണ് തേങ്ങ. എടാ അത് എന്ത് വെറുപ്പിക്കലാടാ. എന്താടാ ഒരു പണ്ണലാണല്ലോടാ അവന്മാര്. ട്രിക്കൊന്നും ഒരു കാര്യമില്ല മോനെ. നീ ബാക്കൊന്നേ അടിച്ചോ. എൻ്റെ പൊന്നുവന്മാര് എന്തോടാ ഇങ്ങനെ. എടാ ഒരു പിക്ക് പോലും തന്നില്ലടാ. ഞാൻ ആലോചിക്കുകയാണ് എടോ മഹാപാപി എരന്നം കെട്ടവനെ. എടാ എന്തുവാടാ അത് കാണിച്ചു വെച്ചിക്കണവന്മാര്. 100 രൂപയും കൊടുത്തിട്ട് പോവാ അങ്ങനെ. അത്ര അടിക്കാൻ വേണ്ടിയിട്ടാ. 59 പ്ലേസ് ഉണ്ടാകെ. ഇവനെന്ത് ഇങ്ങനെടാ. ഇല്ലാത്ത ഗുണമെന്ന് തന്നെ പറയാൻ പറ്റില്ല, വേറൊന്നും പറയാൻ പറ്റില്ല ഇവിടെ. 3 സന്തോഷമായി ഞങ്ങൾക്ക്. നിങ്ങൾ കിടന്ന് ചിരിക്കട്ടോ. എന്താ ചെയ്യാ. എൻ്റെ പൊന്നേ എൻ്റെ ഇരണം കിട്ട ഗുണു എന്തുവാടാ കാണിക്കുന്ന. ഒരെണ്ണം താടാ, അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഇപ്പോൾ കിട്ടും. ഇനി നോക്കിയിരുന്നോ. ഇനി അപ്പം എന്തായാലും അടുത്ത പർച്ചേസ് ചെയ്യാണ്ട് വരും. ഉമ്മാര് ചാമ്പാള ഉറപ്പാടത്. പറി മൂഞ്ചി നല്ല വലിച്ച് മൂഞ്ചി. 89 എത്ര അല്ല 89 53 പ്ലേസിനെ വച്ചിട്ട് ബാക്കി എല്ലാറ്റിനും ഇങ്ങോട്ട് എടുത്ത് തന്നിക്കണു. അടിക്കാൻ വേണ്ടിയിട്ടാണ് അതുമാരെ എടുത്ത് വെച്ചിരിക്കണു ഈ നാറികൾ. എടാ എന്താണത്.
ആണ് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് കറക്കാത്ത ഇമാര് തന്നില്ലായ്മ കാണിക്കണത്. എന്താ ചെയ്യുക? കുഴപ്പമില്ല, എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എന്തായാലും സ്പിൻ ചെയ്യുനി. എന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ വീണ്ടും കോയിൻ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കൊണാമിക്ക് നമ്മളെ പൂജിക്കാൻ പറ്റില്ല. അപ്പോൾ 32,000 കോയിനായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവന്മാർ ചാമ്പി ഒരു അച്ചത്തേക്ക് എത്തിച്ചു. ഇനി അവന്മാരെന്തായാലും നമ്മളെ ചാമ്പില്ല, വേറെ കാര്യം. അപ്പോൾ എന്തായാലും സാധനം ഇനി എന്തായാലും സമാധാനത്തോടെ കറക്കാം, മനസ്സിലായില്ലേ? ഇനിയൊന്നുമില്ല, ഇനി അങ്ങോട്ട് തുടച്ചു വിടാം നമുക്ക്. ഓക്കെ. ഒന്നേ ഇതിപ്പോൾ ഈ സ്പിന്നിലല്ലേ കിട്ടിടും കേട്ടോ. അവന്മാർ തന്നില്ലാത്തവരെ തരും. ഇത് തന്നില്ല, വരെന്തര ഇങ്ങനെ അതിലും തന്നില്ലടാ, വരെ അതിലും തന്നില്ല. ഇതാരത്? സ്കാഡ. ഇതാരത്? എനിക്ക് വലിയ പരിചയമില്ലാത്ത പ്ലെയർ ആട്ടോ. ഉമ്മാർ എന്തായാലും എത്ര വിളി കെട്ടിയാലും ഉമ്മാർക്കൊന്നുമല്ല. അടുത്തത് ഇങ്ങോട്ട് വരട്ടെ. അടുത്ത 900. കമോൺ. കിട്ടിയില്ലേ? സമാധാനമായില്ലേ? LB കിട്ടിയിട്ടുണ്ട് കേട്ടോ. LB അല്ല, മാറി ഇത് ക്രോയിഫ് അയക്കാനാ അവന്മാരാ. ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും എന്താ കാര്യം? മൽനോസ്കി. യുക്രൈനെ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റിയില്ല. ജോഡി ആൽബ. പറി. എന്താണ് അഞ്ഞി ഇവന്മാർ ഈ പാക്ക് ഫുള്ള് വൈപ്പാക്കേണ്ടി വരും. എന്താലേ? മൊൽനോസ്കി ലെഫ്റ്റ് ബാക്കായോ? അതെന്ത് മറിമായം? അടുത്ത സ്പിന്, അടുത്ത എപ്പിക്ക്. വരട്ടെ. നമുക്കെന്ത് എക്സൈറ്റ്മെൻറ്റ്. ഇവന്മാർ ചാമ്പി അടിച്ചു വെച്ചിട്ട് AMF ക്രോയിഫ് അവൻ്റെ അങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിക്കണാണ്. എത്ര കോയിനാട കളഞ്ഞ്? 11,000 കോയിൻ. സാധനം തന്ന് വിട്ടുണ്ട്. എന്താ ചെയ്യുക? നമുക്ക് എന്തായാലും റൊണാൾഡോയുടെ പാക്കും കൂടി എടുക്കാം. എന്തായാലും ഇവരെന്തായാലും ഇങ്ങനെ റൊണാൾഡോയുടെ പാക്ക്. റൊണാൾഡോയുടെ ഓക്കെ, നമുക്ക് റൊണാൾഡോയുടെ ഈ പാക്ക് കിട്ടും. ഇത് നമുക്ക് സൈൻ ചെയ്യാം. ഇതിലെ കണ്ടന്റ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. റൊണാൾഡോ. ഇപ്പോൾ എന്തായാലും 2,000 കോയിൻ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. അണ്ണൻ അത് വലിയൊരു വിഷമൊന്നും ഇല്ലടാ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഇന്ന് നമുക്ക് കിട്ടിയതൊക്കെ പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ ക്രോയിഫ് കിട്ടി, അണ്ണൻ്റെ അതും. ഇപ്പോൾ ഗെയിം പ്ലേ ലിസ്റ്റ് എടുക്കാം. ഇവിടെ പോയിട്ട് ഒന്ന് ന്യൂ ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ. ലോഡ് ആവട്ടെ. ചേഞ്ച് ഫോർമേഷൻ മതി. ഓർഡർ ഓഫ് സൈനിങ്ങിൽ എടുത്തിടാം കേട്ടോ. ഓർഡർ ഓഫ് സൈനിങ്. ഓക്കെ. അണ്ണൻ, GK, CMF. ഇവിടെ ഉണ്ടോ ചങ്ങായി വേറെ? അടിച്ചു പോയോ? CB, LB, CB, റൈറ്റിംഗ് ഫോർവേഡ്. ഇത് ഫോർമേഷൻ വേറെ വേണ്ടി വരൂലേ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. RP ഇങ്ങനെയാണ് വരണത്. ബ്രൂണോൻ്റെ വേറെ അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് പാക്ക് വരണത്. ജസ്റ്റ് ചേഞ്ച് ഫോർമേഷൻ ഏതിടുക? 4-1-3 ഇടാം, ബെറ്റർ അതായിരിക്കും. ബസ് എവിടെ? ഓക്കെ, ഇങ്ങനെ വരും നമ്മുടെ ബാക്ക്.
ഇനിയിപ്പോൾ ക്രൊയ്ഫിനെ നമുക്ക് യൂണിവേഴ്സിറ്റി കിട്ടിയതോ, അതിനെ ആഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ക്രൊയ്ഫ് വരട്ടെ. പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കുക ക്രൊയ്ഫിനാണ് കേട്ടോ. ലെവൽ ട്രെയിനിങ് നല്ല വല്ലാണ്ടൊന്നും മൂഞ്ചിപ്പിച്ചില്ല അവന്മാർ. ചില്ലറ മൂഞ്ചിപ്പിലൊന്നല്ലടാ അവന്മാർ. അവരായിത്തരാണ് അച്ച് പീക്കാണ് അവന്മാർ. അവരായിത്തരം പറയണ്ട. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് സാധനം അയ്യോ ഒരെണ്ണുള്ളൂ. ഓ അത് അണ്ണന് കൊടുക്കാമെന്നാ. തൽക്കാലം ഇപ്പോൾ ലെവൽ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ഓട്ടോ കൊടുക്കാം. 102 ആവും ക്രൊയ്ഫ്. അപ്പോൾ 109 109 ആവൂലേ. അണ്ണന് ലെവൽ ട്രെയിൻ ചെയ്യട്ടെ. നല്ലൊരു ഭയം മൂഞ്ചലാടാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതുണ്ട് മൂഞ്ചലിൻ്റെ. ചില്ലറ മൂഞ്ചലാണ് മൂഞ്ചിച്ച്. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് അവിടെ. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് മെല്ലെ ചെയ്യാൻ. സ്ട്രൈക്ക് ഇൻസ്റ്റൻ്റെയോ സ്പീഡെങ്കിൽ സ്പീഡ്. പ്ലെയർ പ്രൊഷൻ അണ്ണൻ 106. ഓ എടാ അണ്ണനവന്മാരെ അപരാധിച്ചറാ. 104 ഉള്ളൂ. 2000 കോയിന് അതൊക്കെ മതി എന്നവന്മാർ പറയുന്നു. 95 ഫിനിഷിങ്. സ്പീഡ് ഏകദേശം 91 90. ബിഗ് ടൈം റൊണാൾഡോ ഈസ് ബെറ്റർ ബ്രോ. ദിസ് റൊണാൾഡോ ഈസ് നോട്ട് ഗുഡ്. ഓക്കെ അത്ര പോരാ. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് സാധനം വരണത്. എന്നാലും ഒരുമാതിരി തേപ്പാർന്നില്ല. എന്നാലും കൊണാമിനെ നമ്മൾ തിരിച്ച് തേച്ചറാ. എന്താടാ കുഴപ്പമില്ല പോട്ടെ. സോറി ബ്രോ. ഡിയോ ജോസ് ബ്രോയുടെ അക്കൗണ്ട് അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മൂഞ്ചലായിരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.